ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം ആത്മാർത്ഥമായിട്ട് നേരുന്നു. നല്ലവനായ ഈശോ ഈ ദിവസത്തിൽ നിന്നെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കാഴ്ചപ്പാടുകളിലേക്ക് നോക്കാം. ഓരോരുത്തരും ഓരോ കാര്യങ്ങളെ വ്യത്യസ്തമായ രീതിയിലാണ് കാണുക. എന്നാൽ ദൈവം കാണുന്നത് ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിരിക്കും. ഒരിക്കൽ ഈശോ ജെറുസലേം ദേവാലയത്തിൻ്റെ പരിസരത്തായിരിക്കുമ്പോൾ അവിടെ കൂടിയിരുന്ന കുറേ ആളുകൾ ദേവാലയത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും അതിലുപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളെക്കുറിച്ചൊക്കെ ഈശോയോട് പറഞ്ഞു. അവർ വളരെ സന്തോഷത്തോടു കൂടി, പ്രൗഢിയോടുകൂടിയാണ് അവർ പറയുക. അപ്പോൾ ഈശോ നൽകുന്ന ഒരു ഉത്തരമുണ്ട്. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 21 അധ്യായം 6 വാക്യം: നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു. ആളുകൾ മഹത്വമാണ് കണ്ടതെങ്കിൽ യേശു അതിലേക്ക് നോക്കിയപ്പോൾ നാശമാണ് കണ്ടത്. ആളുകളുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിക്കുന്ന ദൈവത്തിൻ്റെ ചില പദ്ധതികൾ. ജെറുസലേം ദേവാലയത്തിൻ്റെ നാശത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, ദേവാലയത്തിൽ നിന്ന് ആളുകൾ എന്തൊക്കെ സ്വീകരിച്ചോ ആ സ്വീകരിച്ചത് ജീവിതമാകുന്ന ദേവാലയത്തിലേക്ക് കൊണ്ടുവരാൻ പരാജയപ്പെട്ടത് കൊണ്ടാണ് അവരുടെ ദേവാലയവും അവരുടെ രാജ്യമൊക്കെ നശിക്കപ്പെടുവാനായിട്ട് കാരണം. സുഹൃത്തെ, ഈ പ്രഭാതത്തിൽ നീ നിന്നിലേക്കൊന്ന് നോക്കണം. ദൈവത്തിൽ നിന്ന് നൽകപ്പെടുന്ന കൃപകൾക്കും സ്നേഹത്തിനും അനുസരിച്ച് നിന്റെ ജീവിതമാകുന്ന ദേവാലയത്തെ നീ എത്രത്തോളം പടുത്തുയർത്തുന്നുണ്ട്? നീയാണ് ജീവിതത്തെ വിലയിരുത്തേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകൾ അടച്ച് കരങ്ങളെ ഒന്ന് കൂപ്പാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. നീ നൽകുന്ന എല്ലാ കൃപകൾക്കും അനുസരിച്ച് ജീവിതത്തെ പടുത്തുയർത്തുവാനായിട്ട് ഈ വ്യക്തിയെ അങ്ങ് സഹായിക്കണമേ. ഇന്നത്തെ ദിവസം നിന്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും എപ്പോഴും ഈ വ്യക്തിക്കും കുടുംബത്തിനും ചുറ്റുപാടുകൾക്കെല്ലാം നിന്റെ നാമത്തിൽ സംരക്ഷണം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദിനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ആരാധന